എംഎസ് സൊല്യൂഷൻ വഴി സൈലം പോലുള്ള സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പരീക്ഷാ ചോദ്യപേപ്പർ എത്തിയിരുന്നെന്ന ഗുരുതര ആരോപണവുമായി കെഎസ്യു രംഗത്ത്. എന്നാൽ സൈലം പോലുള്ള വൻകിടക്കാരുടെ പങ്ക് അന്വേഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നും കെഎസ്യു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി.ടി. സൂരജ് ആരോപിച്ചു. ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കും വരെ പ്രതിഷേധം തുടരുമെന്നും കെഎസ്യു നേതാക്കൾ വ്യക്തമാക്കി. എംഎസ് സൊല്യൂഷൻ വഴിയാണ് മറ്റ് സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലേക്ക് ഈ ചോദ്യപേപ്പറുകൾ എത്തിയത്. എംഎസ് സൊല്യൂഷൻ മാത്രമല്ല കൃത്യമായി പ്രഡിക്റ്റ് ചെയ്തത്. സൈലം ഉൾപ്പെടെയുള്ള ഏജൻസികളുണ്ട്. സൈലത്തിന്റെ പടിവാതിൽക്കൽ പോലും എത്തി നോക്കാൻ ഇന്ന് വരെ ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല. സൈലത്തിലേക്ക് ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറാവണമെന്ന് കെഎസ്യു ആവശ്യപ്പെടുകയാണ്. ക്രിസ്തുമസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നത് സംസ്ഥാനത്ത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കൊടുവള്ളിയിലെ എംഎസ് സൊല്യൂഷൻ യൂട്യൂബ് ചാനൽ വഴി ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് ഉറവിടം കണ്ടെത്തിയതിന് പിന്നാലെയാണ് കോഴിക്കോട്ടെ മറ്റൊരു സ്വകാര്യ ട്യൂഷൻ സെന്ററായ സൈലത്തിനെതിരെയും കെഎസ്യു നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ എംഎസ് സൊല്യൂഷനൊപ്പം തന്നെ സൈലത്തിനെതിരെയും കെഎസ്യു പരാതി നൽകിയിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ സൈലത്തിന്റെ പേര് വെട്ടിമാറ്റിയാണ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയെന്ന് കെഎസ്യു ജില്ലാ പ്രസിഡന്റ് വി.ടി. സൂരജ് ആരോപിച്ചു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഇത്രമേൽ തകർക്കുന്ന വിഷയമായിട്ടും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ചോദ്യപേപ്പർ ചോർന്നു എന്നതിൽ നിന്ന് പുറകെ പോയതിന്റെ കാരണം ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ, സൈലം ഉൾപ്പെടെയുള്ള വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഭീഷണികൾ ഭയന്നാണോ? സൈലം പോലുള്ള സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ റെയ്ഡ് ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പിന് എന്താണ് മടിയെന്നും കെഎസ്യു ചോദിച്ചു. ഇത്തരം സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്ക് ചോദ്യപേപ്പർ ചോർച്ചയിലടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് കെഎസ്യുവിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ റീത്ത് സമർപ്പിച്ചു. സമരത്തിന് കെഎസ്യു നേതാക്കളായ വി.ടി. സൂരജ്, അർജുൻ കറ്റയാട്ട്, എ.കെ. ജാനിബ്, അർജുൻ പൂനത്ത്, എം.കെ. രാഗിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.